വന്യമൃഗാക്രമണങ്ങൾ ഇടുക്കി ജില്ലയുടെ നട്ടലായ ടൂറിസത്തെ തകർക്കുന്നതായി കോൺഗ്രസ് നേതൃത്വം. മൂന്നാർ, ചിന്നക്കനാൽ, ആനയിറങ്കൽ, തേക്കടി തുടങ്ങിയ മേഖലകളിൽ എല്ലാം ഇപ്പോൾ സഞ്ചാരികൾ വരുവാൻ ഭയപ്പെടുകയാണ്. കാട്ടാനകളും മറ്റു വന്യമൃഗങ്ങളും അനശ്രുതം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൂടെ വിഹരിക്കുന്നത് തടയുവാൻ വനം വകുപ്പ് ചെറുവിരൽ പോലും അനക്കുന്നില്ലെന്നും KPCC മീഡിയ വക്താവ് സേനാപതി വേണുപതി ആരോപിച്ചു. ഇടുക്കിയുടെ വരുമാനം ടൂറിസം മേഖലയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ടൂറിസ്റ്റുകളെ കാട്ടാന ഓടിച്ച ഒരു സംഭവം ദേവികുളം ഭാഗത്തുണ്ടായി. അപ്പൊ ഇതിങ്ങനെ തുടർച്ചയായിട്ട് വന്നു കഴിഞ്ഞാൽ റോഡിൽ ആനയാണ്. നമ്മൾ കണ്ടു, പടയപ്പയെ ഭയന്ന് ടൂറിസ്റ്റുകൾ വാഹനം ഉപേക്ഷിച്ച് തേയിലത്തോട്ടത്തിലേക്ക് ഓടേണ്ട സ്ഥിതിവിശേഷമുണ്ടായി. അപ്പൊ ഈ കാട്ടുമൃഗങ്ങൾ ഇങ്ങനെ റോഡുകളിൽ വിഹരിക്കുന്ന സംഭവം ആവർത്തിച്ചു കഴിഞ്ഞാൽ ടൂറിസ്റ്റുകൾ വരാൻ മടിക്കും. ഇപ്പോൾ തന്നെ ഈ പ്രകൃതി ദുരന്തങ്ങളുടെ ഭീഷണിയിൽ ടൂറിസം വലിയ ബുദ്ധിമുട്ടിലാണ് നിൽക്കുന്നത്. ഈ ഡിസംബർ ആയിട്ട് പോലും 80% മുറികൾ മാത്രമാണ് ഈ പുതുവത്സരത്തിനും ക്രിസ്മസ് ആഘോഷത്തിനും വേണ്ടി ബുക്കിംഗ് ആയിട്ടുള്ളൂ. മുമ്പ് ഒരു മുറി പോലും വേക്കൻ്റ് ആയി കിട്ടാനില്ലാത്ത സമയത്ത് ഇപ്പോൾ 80% മാത്രമേ ബുക്കിംഗ് ആയിട്ടുള്ളൂ. അതിനർത്ഥം ടൂറിസ്റ്റുകൾ വരാൻ മടിക്കുന്നു എന്നുള്ളതാണ്. ആ വരാൻ മടിക്കുന്ന കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ഈ വന്യജീവികളുടെ ആക്രമണവും ഇതിന്റെ സ്വൈര്യവിഹാരവുമാണ്. കാരണം മനുഷ്യന് ഭയന്നിട്ട് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത്. പ്രത്യേകിച്ച് ഈ ആനയിറങ്കൽ പോലെ, BL റാം പോലെ, ചിന്നക്കനാൽ പോലെ, അതുപോലെ തന്നെ മൂന്നാറിന്റെ പല പ്രദേശങ്ങളിലും ഈ ഭയാനകമായ സാഹചര്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് ഗവൺമെന്റ്, കുമളിയിലും ഇത് തന്നെയാണ് സ്ഥിതി വിശേഷം. തേക്കടിയുമായി ബന്ധപ്പെട്ട് കുമളി ഭാഗത്തൊക്കെ ഇത് തന്നെയാണ്. ഏത് സമയത്തും കാട്ടാന ഇറങ്ങുന്നു, ആളുകളെ ഓടിക്കാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ക്രിസ്മസിന് പള്ളിയിൽ പോയിട്ട് വന്ന ഒരാളെയാണ് കാട്ടുപോത്ത് ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച് മാർസ്ലീവ ആശുപത്രിയിൽ ദീർഘകാലം ചികിത്സയിൽ കഴിയും. എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഉത്സവ സീസണാണ്. ക്രിസ്മസിന്റെ കരോൾ പാർട്ടി ഇറങ്ങണം. അതുപോലെ തന്നെ ക്രിസ്മസുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ, പുതുവത്സരവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ, ഇതിനൊക്കെ മനുഷ്യന് സ്വതന്ത്രമായി ഈ മേഖലയിൽ യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ സംജാതമായിരിക്കുകയാണ്. അതുകൊണ്ട്